തെരഞ്ഞെടുപ്പ് വേദികളിലെ പ്രധാന ചർച്ചയായി മാറുന്നത് ഡീൽ, അതായത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഇടപാടുകളെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും പാലക്കാടും റാന്നിയിലും കോന്നിയിലും അങ്ങനെ തുടങ്ങി ചില മണ്ഡലങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ ചില ഇടപാടുകളുണ്ട് ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ച. അവസാനം ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയും ഏറ്റുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആദ്യം വിഷയം ചർച്ചയായത് പാലക്കാടായിരുന്നു. പാലക്കാട് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ചൊല്ലിയായിരുന്നു വലിയ തരത്തിലെ ചർച്ച ഉയർന്നത്. BJP വിജയത്തിന് വഴിയൊരുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്നും ഒപ്പം മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതെന്നുമായിരുന്നു കോൺഗ്രസിൻ്റെ ആരോപണം. അത് പിന്നീട് വിവിധ മണ്ഡലങ്ങളിലൂടെ കത്തിപ്പടരുകയായിരുന്നു. റാന്നിയിലെത്തി, കോന്നിയിലെത്തി, ചെങ്ങന്നൂരിലെത്തി, അങ്ങനെ തുടങ്ങി കേരളത്തിൻ്റെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലിൻ്റെ കണക്കുകൾ പറഞ്ഞുള്ള തർക്കത്തിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ കടക്കുന്നത്. രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല എന്ന് തന്നെ പരാതിയും ഉയരുന്നുണ്ട്. ഒപ്പം വികസനങ്ങൾ മറന്ന് ഡീലുകളെക്കുറിച്ചും ഇടപാടുകളെക്കുറിച്ചുമുള്ള ചർച്ചാവേദികളായി പൊതുപ്രസംഗവേദികൾ മാറുന്നു എന്നൊരു സംശയവുമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും വലിയ വിവാദപരമായ പരാമർശം വന്നത് റാന്നിയെയും കോന്നിയെയും ചൊല്ലിയായിരുന്നു. അവിടെ ചില ഡീലുകൾ നടക്കുന്നുണ്ട്. അത് ഇടതു മുന്നണിക്കും കോൺഗ്രസിനും അനുകൂലമാകുന്ന തരത്തിൽ BJPയുടെയും ഒപ്പം തന്നെ NDA ഘടകകക്ഷികളായ 2020യും BDJSും ഒക്കെ ചില ഡീലുകൾ നടത്തുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ തരത്തിലുള്ള പരാതി. ആ പരാതി പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലേക്കും എത്തപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു വലിയ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. ചെങ്ങന്നൂരിലും ഹരിപ്പാടിലുമൊക്കെ BJP ചില ഡീലുകൾ നടത്തുന്നു, CPIMന് അനുകൂലമായി എന്നുവരെ മാറി. എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചാവേദികളിൽ ഇപ്പോൾ ഡീല് തന്നെയാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറുന്നത്. പണ്ട് കോലീബി സഖ്യത്തെക്കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. കോൺഗ്രസ് ലീഗ് BJP ബന്ധത്തെക്കുറിച്ചായിരുന്നു അന്ന് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ അല്പം കൂടി മാറി ചിന്തിച്ചുകൊണ്ടുള്ള വലിയ തരത്തിലുള്ള ചർച്ചകളാണ്. ചില സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പരസ്യമായ ചില ധാരണകൾ ചില രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് കോൺഗ്രസും CPIMും പരസ്പരം ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ആരോപണം ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമല്ല, ഒന്നിലധികം നിയമസഭാ മണ്ഡലങ്ങളിൽ ഇങ്ങനെ ഉയർന്നു പൊങ്ങുകയാണ്. പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമൊക്കെ തന്നെ. പാലക്കാടിനെ സംബന്ധിച്ചായിരുന്നു ആദ്യഘട്ടത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നതെങ്കിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ജയിക്കുന്നതിന് വേണ്ടി 2020യെ പോലുള്ള NDAയുടെ ഘടകകക്ഷികളെ മത്സരിപ്പിക്കുന്നതിന് ചൊല്ലിയായിരുന്നു പിന്നീട് ചർച്ചയായി മാറിയത്. അത് പ്രധാനമായും ഉയർത്തിവിട്ടതും അതിന് പിന്നിൽ വലിയ ചർച്ചയാക്കി മാറ്റാൻ ശ്രമിച്ചതിലും CPIMനും കോൺഗ്രസിനും ഒരുപോലെ പങ്കുണ്ട് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്തായാലും കേരള രാഷ്ട്രീയം ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് ഇപ്പോൾ ഡീലുകൾ മാറുകയാണ്. പണ്ട് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷമായിരുന്നു ഇങ്ങനെയുള്ള ഇടപാടുകളെക്കുറിച്ച് പറയുന്നതെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച ഉള്ളപ്പോൾ തന്നെ ഇത്തരത്തിൽ ഡീലുകളെക്കുറിച്ച് വലിയ തരത്തിൽ ചർച്ച ഉയർന്നു വരികയാണ്. അതേസമയം മറുപടി എന്നോണം മുഖ്യമന്ത്രി തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കോലീബി സഖ്യവും നേമത്ത് BJPക്ക് വിജയിക്കാൻ ഇടയായ സാഹചര്യവും അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രി ഡീലിനെ കുറിച്ച് സംസാരിച്ചത്. 2016 കേരളത്തിൽ ആദ്യമായിട്ട് BJP നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുന്നത്. അത് നേമത്തായിരുന്നു. നേമത്ത് ഇങ്ങനെ അക്കൗണ്ട് തുറക്കാൻ ഇടയായ സാഹചര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതായത് അവിടുത്തെ ഒരു സാഹചര്യം, അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം, കോൺഗ്രസ് ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചത് കൊണ്ടാണ് അന്നവിടെ അക്കൗണ്ട് തുറക്കാൻ ഇടയായത് എന്നാണ് CPIMൻ്റെ ആരോപണം. 2021 ആ അക്കൗണ്ട് പൂട്ടിച്ചത് CPIM ആണെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഡീലുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചർച്ചയ്ക്ക് ഒരു മറുപടി നൽകാൻ ദേശീയ തലത്തിൽ തന്നെ ചില വിഷയങ്ങൾ എടുത്തു കാണിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായ പരാജയവും ആ പരാജയവുമായ സമയത്തുണ്ടായ ചില വീഴ്ചകളുമൊക്കെ അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഡീലുകൾ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഇടപാടുകളെക്കുറിച്ച് ഒക്കെ തന്നെ മുഖ്യമന്ത്രി പരാമർശിച്ചത്.
വരും ദിവസങ്ങളിലും ഇത്തരം ഡീലുകൾ, അതായത് എല്ലാ പാർട്ടികളും പരസ്പരം ഇടപാടുകളെക്കുറിച്ച്, വോട്ട് മറിക്കലിനെക്കുറിച്ച്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന അട്ടിമറികളെക്കുറിച്ചൊക്കെ പറയുന്നതാണ് ഈ ഡീൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഇപ്പോൾ ഡീൽ തന്നെയാണ് ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറം ഒട്ടുമിക്ക നിയമസഭാ മണ്ഡലങ്ങളിലും ഉയർന്നു കേൾക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല.